ഹോൾസെയിൽ റീറ്റെയിൽ സീ ഫുഡ് മാത്തച്ചൻ. അതെടാ മീൻ മാത്തച്ചൻ തന്നെ. ഒന്ന് നീട്ടി പിടിച്ചോണേ 3000. മത്തി ഗേറ്റ് ലോറി തെക്കോട്ട് വിട്ടോ നീ. ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക്. അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ? എന്നാടാ ഒന്ന് ഉറക്കെ പറയടാ. 10 കൊട്ട മത്തിയാണ് അവര് ചോദിക്കണത്. എത്ര രൂപ ഉറപ്പിക്കണം? കേൾക്കാൻ പറ്റണില്ല. 4000. അതിലവര് 6000-ത്തിനാണ് ചോദിക്കണത്. ഉറപ്പിക്കണം. 6500 ഉറപ്പിക്കടാ. ഞാൻ ഫോണിൽ പറഞ്ഞതാ. ഉറപ്പിക്കാൻ പോകുന്നു. 4500 രൂപയുടെ മീൻ 6500 രൂപയ്ക്ക്. ഉറപ്പിച്ചോട്ടെ മുതലാളി. ഉറപ്പിച്ചോടാ. നിന്റെ അമ്മായിയമ്മയുടെ 2ാം കല്യാണം. കാലത്തെ കൈനീട്ടം വെച്ച കച്ചവടം ഫോണിൽ കൂടെ കലക്കി കടുവർത്ത എന്നുള്ളതാ നീ പന്ന. മീനല്ല വണ്ടി കേട്ടെ മുതലാളി. കേറ്റ് എവിടെയും കേറ്റും. എത്രയായി? 15. ഡോക്ടർ ചായ ഒരു മിനിറ്റ്. എടാ കൊണ്ടുപോടാ. എന്നതാടാ ഇന്നും തല്ലു കേസ് തന്നെയാണോ? അതെ, മാർക്കറ്റിൽ ഇവൻ ചില നമ്പറൊക്കെ കാണിച്ച് കുട്ടപ്പായച്ചൻ അടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടാ നിർത്തിയത്. പോലീസ് കേസാക്കാതെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കുട്ടപ്പായച്ചാൻ. കൊണ്ടുപോവാ. എവിടെ നമ്മുടെ ഭാരതരത്നം? വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡൽ വാങ്ങാനിങ്ങി വരാൻ പറ. അതോ ഊണ് പോലും വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിച്ചങ്ങ് മുങ്ങിയോ? അങ്ങനെ പേടിച്ചു മുങ്ങുന്നവരുടെ കൂട്ടത്തില് ഈ പോളച്ചനെ പെടുത്താൻ നോക്കണ്ട. പോലീസ് ആയാലും കോപ്പായാലും നീ കാണിച്ച പോക്കിർത്തരവാ. നമ്മുടെ അപ്പനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം വളർന്നടാ നീ. നിന്നെയൊക്കെ മാർക്കറ്റ് മത്തിരിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിച്ചതയ്ക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ മീൻ മാത്തച്ചനൊന്ന് കഴിഞ്ഞൊടിച്ചാ മതി. മാർക്കറ്റ് മൊത്തത്തിൽ ഇളകി വന്ന് നിന്റെ പോലീസ് സ്റ്റേഷൻ മാർക്കറ്റാക്കി നാറ്റിച്ചളെ അറിയാവടാ. ഇക്കണക്കിന് പോയ പോലീസ് വകുപ്പിന് ഒരു വാഴ്ത്തപ്പെട്ട പുണ്യാളച്ചനെയും കൂടെ കിട്ടൂല്ലയോ? അതെ, വിശുദ്ധ സർക്കിൾ റവറന്റ് പോളച്ചൻ തേവക്കാട്ട്. അപ്പ ഈ പോളച്ചൻ പറയുന്നതിലും കാര്യമില്ലായോ? കുട്ടപ്പായ ഒരുത്തം കാരണമാ ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. കാലത്തെ ഒരു തന്നെ തല്ലി ചാച്ചേച്ചു എനിക്കൊരു കത്തും കൊടുത്തയച്ചു. ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ട് അപ്പൻ എന്നാത്തിനാ പോലീസിനെ തടയാൻ പോയത്? നീ ആരാടെ അപ്പനെ ചോദ്യം ചെയ്യാൻ? ഇതാ ഇവിടുത്തെ ഒരു കുഴപ്പം. പഠിപ്പുള്ള ഡോക്ടറും വക്കീലും സർക്കിൾ ഒരുപക്ഷം, പഠിപ്പ് കുറഞ്ഞ ബിസിനസ്സുകാരായ പലിശക്കാരനും മീൻകാരനും മറുപക്ഷം. എന്നതാ പിള്ളാരെ ഇത്? ഗ്രൂപ്പ് തിരിയാൻ ഇതെന്നതാ രാഷ്ട്രീയ പറ്റുവാന്നോ? ഒന്നിച്ച് നിക്ക്. അതല്ലേലും അങ്ങനെ ബിസിനസ്സുകാരായ ഈ പാവ ഇച്ചായമാരുടെ കാര്യത്തിൽ എന്നാങ്കിലും തട്ടുകേട് സംഭവിച്ച് ഞാനൊന്ന് ഇടപെട്ടു പോയാ ഇവിടെ എന്നാ പുകില. അത്യാവശ്യത്തിന് കൂട്ടി എഴുതാനും വായിക്കാനും ഒക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇച്ചായമാരുടെ കാര്യത്തിൽ നീ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെ തല്ലി എല്ലൊടിക്കാന്നാണല്ലോ. തല്ലേണ്ടി വന്നാ തല്ലണം, അല്ലാതെ പിന്നെ 6 എണ്ണം ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോ തല്ലാൻ കൂലിക്ക് ആളെ വിളിക്കുന്നത് നാണക്കേടല്ലയോ? തേവക്കാട്ടുകാരനെ നേരെ ആര് കൈ ചൂണ്ടിയാലും അത് നോക്കി നിൽക്കാൻ ഈ കുട്ടപ്പായ്ക്ക് അറിയല. എന്നാ ഒക്കെ പറഞ്ഞാലും കുട്ടപ്പായുടെ ഭാഗത്താ തെറ്റ് സംഭവിച്ചിരിക്കുന്നേ. ഞങ്ങളത് അംഗീകരിക്കുകയല്ല. തെറ്റ് സർക്കിളിന്റെ ഭാഗത്ത് തന്നെയാ. ഇച്ചായൻ അത് പറയരുത്. കുട്ടപ്പായുടെ ഭാഗത്താ തെറ്റ്. ഇവിടെ പ്രശ്നം ഇപ്പോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ മാനിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ടി വന്നിരിക്കുക. ഇന്നത്തെ സംഭവത്തിൽ സർക്കിളിനെ അനുകൂലിക്കുന്നവർ ആരൊക്കെയാ? ഞങ്ങൾ ഇവനെ അനുകൂലിക്കുന്നു. ഞാനും മാത്തച്ഛനും കുട്ടപ്പായി അനുകൂലിക്കുന്നു. അതെ. അപ്പോ ഇരുപക്ഷത്തും അനുകൂലിക്കുന്നവർ തുല്യരായിരിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം അസാധുവായിരിക്കുന്നു. ഇനി ഇതേ ചൊല്ലി ആരും ഒരക്ഷരം മിണ്ടിപ്പോരുത്. എടേ പെമ്പിള്ളാളെ, ഇനി വിളമ്പാം. മീറ്റിംഗ് തീർന്നു. വേഗം എടുത്ത പിള്ളേരെ, ഇന്നത്തെ തല്ലുകൂടൽ അവിടെ കഴിഞ്ഞു. വേണ്ട മോളെ. എന്നതാടാ കുട്ടപ്പായി, ഇന്നും മീറ്റിംഗിൽ നിന്റെ തല്ലുകേസ് തന്നെയാണോ? ചേച്ചിയമ്മ എന്നായി പറയുന്നേ? തല്ലുകേസോ? നമ്മുടെ പനച്ചിവിള രാഘവനില്ലയോ? അവൻ ചെത്താൻ കയറിയപ്പോ തെങ്ങേന്ന് വീണ് കാലൊടിഞ്ഞ കാര്യം പറയുമായിരുന്നു. കോമ്പൻസേഷൻ കൊടുക്കണമെന്നും കൊടുക്കണ്ടെന്നും ഒരു തർക്കം, അത്രേ ഉള്ളൂ. ഈയിടെ തെങ്ങേന്ന് വീണ് കാലൊടിയുന്നവരുടെ എണ്ണം കൂടി വരിക. ആരുടെ കൈയും കാലും ഒടിച്ചാലും ഇപ്പൊ കുറ്റം തെങ്ങിനല്ലയോ? സംസാരിച്ചോണ്ടിരിക്കാതെ അപ്പന് മീൻ അല്ല ചോറ് വിളമ്പടി മേരിക്കുഞ്ഞേ.
വിധിയാനും മാത്തച്ഛനും കൂടെ കുട്ടപ്പായി എത്ര വഷളാക്കുന്നത്. ഓ ഇളയതാന്നും പറഞ്ഞ് പുന്നാരിച്ച് നീ തന്നെ ഇവനെ വഷളാക്കിയത്. വെറുതെ ഞങ്ങളെ കുറ്റം പറയണ്ട. അത് ശരി. അപ്പൊ ഞാൻ വഷളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. എനിക്കിത് കിട്ടണം. അല്ലേലും ഇവിടെ സ്നേഹവും വകതിരും ഒക്കെ ഉണ്ടെങ്കിലേ അതെന്റെ റാണിമോക്ക് മാത്രമേ ഉള്ളൂ. ഉവ്വ് നിന്നേലും തലതിരി വേവള്. 91, 92, 93, 94, 95, 96, 97, 98, 99, 100. ബെറ്റിൽ നീ തോറ്റില്ലടാ. എടുക്ക് കാർബറൈസ്. എന്നതാടാ നിന്റെ മുഖത്തൊരു പവർ കട്ട്? എന്നോടാ കൊതിയ. താങ്ക് യു ചേച്ചി. യു ഫോൺ യു. ആരെയല്ലോ ഫോൺ എടുക്ക്. ഹലോ. റോങ് നമ്പർ. ചേച്ചിമേ ലേശം മട്ടൺ. അമ്മച്ചിക്ക് മാറി, ഞാൻ വിളമ്പാം. ഓ മൈസൂരായിട്ട് എവിടെ ആയിരുന്നു? അന്യ കുടുംബത്ത് പോവേണ്ട പെണ്ണ. അടുക്കള കാണാതെ ജീവിച്ചാലേ അമ്മായിയമ്മയുടെ പോര് നീ തന്നെ സഹിക്കേണ്ടി വരും. ഓ എനിക്ക് വേണ്ടി ആരും കല്യാണം ഒന്നും ആലോചിക്കണ്ട. ഞാൻ വല്ല മടത്തേലും പോയി ചേർന്നോളാവേ. അതോടെ മടം പൊളി. അത് ഇറങ്ങി. ശരിയാ കുട്ടൻസേ, ഇതെല്ലാം കൂടെ ഞാൻ തലേ കമത്തും. നീ പൊടി കാന്താരി. മോളെ മട്ടൻ വിളമ്പിക്കോ. സീ ഫുഡിന്റെ മട്ടൻ കറി ക്യാൻസൽ. എടി പെണ്ണ ഞാൻ ചുമ്മാ പറഞ്ഞതില്ലയോ, നീ മടത്തിൽ ചേർന്ന കലക്കും. ഇങ്ങോട്ട് വിളമ്പിക്കോ. വേണ്ട വേണ്ട, സീ ഫുഡിന് ഈയിടെ ഇച്ചിരി പവർ കൂടുതലാ. പാവം ഡോക്ടർ കൊടുക്കട്ടെ. മേബിൾ ഇളമ അങ്ങ് അമേരിക്ക കിടക്കുന്നതിന്റെ വിരഹ ദുഃഖം മട്ടൻ അടിച്ചെങ്കിലും മാറട്ടെ. ഇവിടെ ഒരു നാക്ക്. ഡിഗ്രി കഴിയട്ടെ, ഇവിടെ നമുക്ക് LLBക്ക് അയക്കണം. അല്ല, അത്യാവശ്യത്തിന് ഒരു കേസിലെ വക്കീൽ നമ്മുടെ തറവാട് തന്നെ ഉണ്ടല്ലോ. ഇനി അതിന്റെ എണ്ണം കൂട്ടണോ? ഇച്ചിരി വെള്ളം എടുത്തേ. മക്കളെ അപ്പാപ്പന്റെ പതിവ് കിട്ടിയില്ലല്ലോ. വന്ന് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. Good night, good night. അല്ല നിന്റെ കുഞ്ഞെന്തിയടി? അവന് ചേച്ചിയമ്മ ഉറക്കാൻ കൊണ്ടുപോയിക്കുവാ. ആ അപ്പ അല്ല, അപ്പനെ ഇച്ചായൻ എന്തോ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഓ ചുമ്മാ, ഞാൻ ആ കുട്ടപ്പായുടെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് പോയതല്ലയോ. എന്നതാണ് ഈ കൈകാലൊക്കെ കാണിക്കുന്നേ? അല്ലപ്പാ കുട്ടപ്പ ഇതെന്നാ പോക്കായി പോകുന്നേ. കല്യാണമൊക്കെ കഴിയേണ്ട പ്രായം കഴിഞ്ഞു. അവന് പിടിക്കണ്ടായോ? എത്ര എണ്ണത്തിനെ കണ്ടു. ആ ഇനി എനിക്ക് ബോധിച്ച ഒരു പെണ്ണിനെ ഞാൻ അങ്ങ് ഉറപ്പിക്കും. ഒരു പെണ്ണ് വന്ന് കേറിയാലേ അവൻ ഒതുങ്ങത്തുള്ളൂ. ഇല്ലടി ആലീസേ? അതെ. ഈ പറയുന്ന പോലെ അവനത്ര കുഴപ്പക്കാരനൊന്നുമല്ല. എന്റെ അപ്പന്റെ വാശിയും തന്റെയിടവും ആ തലയെടുപ്പൊക്കെ കിട്ടിയിരിക്കുന്നത് അവന് മാത്രമാണ്. സത്യം പറയാലോ, ചില നേരത്തെ അവന്റെ ആ നിപ്പും നോട്ടവും ഒക്കെ കാണുമ്പോ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട എന്റെ അപ്പൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ തോന്നും. ആ നീ ചീട്ട് കളിക്കാൻ പറ്റുന്നില്ലയോ? ഞാൻ അപ്പനെ നോക്കി വന്നതാ. എങ്കി വാ. അപ്പാ എന്നാടാ? ഇന്നത്തെ സംഭവം അപ്പന് വിഷമമെങ്കിൽ അപ്പൻ എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നൊരു തോന്നല്. എന്നതാടാ? ഇക്കാലത്ത് മുഖം നോക്കാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് വലിയ കാര്യം തന്നെ. അവന്മാരെല്ലാങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ വിഷമിച്ചാലോ? അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേച്ച് ചീട്ട് കളിക്കാൻ പാടാ. ഹലോ. ഹലോ, ഞാനാ ടോണി. ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് അറിയാവോ? എന്നാ പറ്റി? ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ലൈൻ ഇപ്പഴാ കിട്ടിയത്. സമയോ? ഇവിടെ ഈവനിങ് 5:35. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഹലോ, കേട്ടൂടാ? എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി? ഹലോ, ആരെ വേണ്ടത്? മംഗലാപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ. ഇച്ചായനായെന്ന് ഞാൻ തരാം, നോക്കട്ടെ. ഹലോ. ഓ, അടുത്ത് ഇച്ചായമാരെ നിപ്പുണ്ടല്ലേ? ആ, എന്നതാ? എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ, എന്നതാ? മംഗലാപുരം. ഏതായാലും അഡ്വാൻസ് ആയിരിക്കട്ടെ. മംഗലാപുരത്ത് നിന്ന് ആരാ ചായ? ഒരു മഹേഷ് ഭായിയാ. കച്ചവടം ഉറപ്പിച്ചതിന് DD അയക്കാന്നാണല്ലോ പറഞ്ഞേ. അവൻ എന്നെ അഡ്വാൻസ് ഇങ്ങനെ തന്നെ. എങ്ങനെ? അല്ല, അവൻ ആളത്ര ശരിയല്ല. ഇനി അതിലിട്.
ഒന്ന് വേഗം ആട്ടടാ വാസു. കഴിഞ്ഞു നമ്മൾ കേറാൻ കൂടെ ആ കേരളല്ലേ പിടിച്ചേ എടുത്തോട്ടോ. കേട്ടല്ലേ? ഇപ്പൊ ഓക്കെ ഇല്ലേ? ഇരുട്ടുന്നതിന് മുമ്പേ ചുരം താണ്ടണം. ആന ഇറങ്ങണ സ്ഥലമാ. ദേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാവിട്ട് കരഞ്ഞ പിടിച്ച് ആനക്കെടുത്ത് ഇട്ട് കൊടുത്തേച്ച് ബോർഡർ കട്ട് ചെയ്ത് ഞാൻ NH-ലോട്ട് ആ അങ്ങോട്ട് വെച്ചേട്ടാ. കോഴിയുടെ കെട്ടേ മുറുക്കി കെട്ടേ. ഒന്ന് വേഗം ആട്ടടോ. ഓ കുട്ടപ്പായേ ലോഡ് കയറ്റി കഴിഞ്ഞോടാ? കഴിഞ്ഞു. ആ അല്ല കുട്ടി കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, തെരണ്ടി, തിലോപ്പിയ, കണവ. മീൻ കാര്യം മാത്രം ഇവിടെ മിണ്ടിപ്പോരുത്. എങ്കിൽ വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം? എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. ആ സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. കുട്ടി പോയിക്കോളൂ. ഇതുപോലും അറിഞ്ഞുകൂടാ ഇവളുമാര് എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതര സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ അടുത്ത ആളെ വിളിക്കുന്നേ. മിണ്ടാതെ അവിടെ ഇരുന്നോണം. ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും. ഹല നീ മാത്തച്ഛൻ കൊമ്പശ്രാവ് എവിടെടാ? കൊണ്ടുവാ, ഒരു ദിവസം ഞാനിതെടുത്ത് വെള്ളത്തിലിടും. ജയ മാർക്കറ്റിൽ പെരുമാറുന്ന പോലെ ഇവിടെ പെരുമാറരുത്. യു ആർ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും. റബേക്ക, റബേക്ക. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇരിക്കൂ. ഏതുവരെ പഠിച്ചു? MA B.Ed. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അരാമിയ. അതൊരു മീന്റെ പേരല്ലയോ? വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്തോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. പെങ്കൊച്ചേ, യു ആർ അപ്പോയിന്റഡ്. ജാസ്മിൻ, ലില്ലി, റോസ്. തെറ്റിക്കാതെ എഴുതു മോനെ. മോൻ പറഞ്ഞേ. ലോട്ടസ്. പറഞ്ഞിട്ട് പടം നോക്കിയിരിക്കുന്നോടാ. ഇതണ്ടോളമ്മേ, മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാളാ. റാണി, എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ? പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ടെ ഇതും നോക്കിയിരിക്കുവാ. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടാ കിട്ടിയത്? പപ്പയുടെ പോക്കറ്റിൽ നിന്ന് പറഞ്ഞേ കാശാന്നോ? അല്ല, ദേ ഇതാ. മേരിക്കുഞ്ഞ് കാണണ്ട. എന്നാ ചേച്ചി? ഒന്നുമില്ലെന്നേ. ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരിയളമ്മയ്ക്ക് പകരം മനീഷ കൊയ്രാളാ. നാണോ ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്? അതെ, ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ. സീഫുഡേ, ഫോട്ടോ വേണ്ടായോ? അയ്യടാ, കുടുംബകലം ഉണ്ടാക്കിയല്ലോ നീ. തകർത്തു തകർത്തു. ആ ടോയ്സ് എടുത്ത് വണ്ടിയിലോട്ട് വെക്കടാ. അപ്പൊ ശരി, വൈകുന്നേരം. റാണി, ജിബു, ഈ പിള്ളേർ എവിടെ പോയി കിടക്കുന്നു?
തല്ലുകൂടരുത്. എല്ലാവർക്കും ഉണ്ട്. ആടാ മക്കളെ. വഴക്കുണ്ടാക്കി ആദ്യം മേടിക്കും കേട്ടോ. എന്നാ, ദേ റാണി, ചോക്ലേറ്റ് നീ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്ക്. മാഡം ആകെ പരിഭ്രമിച്ചിരിക്കുക. ആ, എന്നാ ലേറ്റ് ആയതിന്റെ ചൂടിലാ. അയ്യോ, ശരിക്കും സോപ്പിട്ടാലേ രക്ഷയുള്ളൂ കുട്ടൻസേ. ആ ആളിങ്ങ എത്തിയല്ലോ. ആ എത്തിയല്ലോ. ആ ചേച്ചിയമ്മയുടെ അടുത്തോട്ട് ചെല്ലി കിട്ടിക്കോളും. എന്നാ കുഴപ്പാവോ? ചെല്ലി ചെല്ലി. എന്റെ മാതാവേ. പിന്നെ എന്നാക്ക ഉണ്ട് ചേച്ചിയമ്മേ രേവക്കാട്ട് വിശേഷങ്ങള്? ഇതെന്നാ പോക്കെടാ പോയെ, ആകെ അങ്ങ് കരിവാളിച്ചല്ലോ നീ. അത് ഈ പുകയും പൊടിയൊക്കെ അടിച്ചിട്ടേ. ഈ ദൂരയാത്ര എന്ന് വേണ്ടാന്ന് പറഞ്ഞാ കേക്കില്ല. തിരിച്ചെത്തുന്നത് വരെ മനുഷ്യന്റെ ഉള്ളിൽ തീയാ. ചേച്ചിയമ്മ പേടിക്കാതെ, അങ്ങനെ ഒരു ആക്സിഡന്റിലും പെട്ട് കുട്ടപ്പായി തട്ടിപ്പോത്തൊന്നുമില്ല. ദേ വേണ്ടാതിനത്തിന് നാക്ക് വളച്ചെന്നാൽ അടി അങ്ങ് വെച്ചേരും കേട്ടോ. എന്നെ പറയുന്നതിന് ഒരു ലൈസൻസും ഇല്ല. ഇന്നലെ രാവിലെ എത്താന്ന് പറഞ്ഞു പോയതാ, എന്നിട്ട് വരുന്ന നേരോ എന്നാ ലേറ്റ് ആവുമെങ്കിലും വിളിച്ചു പറ, അതുമില്ല. എന്നാ ഇത് ചേച്ചിയമ്മ അവിടെ നിക്ക്, ഞാൻ ലേറ്റ് ആയ എന്റെ കാര്യം. എനിക്കൊന്നും കേക്കണ്ട. അമ്മേ. അതേടാ അമ്മ തന്നെയാ. ഞാൻ ഇവിടെ വന്ന് കയറുമ്പോ നിനക്ക് 5 വയസ്സാ. അമ്മയായിട്ട് തന്നെ നിന്നെ ഞാൻ വളർത്തിയേ. നിന്റെ കാര്യത്തില് ഒരമ്മയുടെ ആദ്യ അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും എനിക്ക്. ചേട്ടാ അതിനിപ്പോ എന്നാ ഇവിടെ ഉണ്ടായേ? ഇന്നലെ ഇങ്ങ് എത്തണ്ടായിരുന്നെ. വരുന്ന വഴിക്ക് ആ കുരുത്തങ്കട്ട വാസുവിന് ഒടുക്കത്തെ പനിയും ഛർദിയും. പിന്നെ കാണുന്നിടത്തെല്ലാം നിർത്തി ഇളനീര് വെട്ടിയും ഒരു കണക്കിന് ഇങ്ങ് എത്തിച്ചു. ഇപ്പതേ ഇച്ചായന്റെ ആശുപത്രി കൊണ്ടുപോയി തട്ടിയേച്ചു വന്നിരിക്കുക. എന്നതാണ് കുട്ടപ്പായി, വല്ല കോളും ഉണ്ടോ? എന്നാ ബ്രാൻഡാ? നല്ല ഗോതമ്പും ചോളവും ഇട്ട് വാറ്റിയെടുത്ത അതൊക്കെ ഞായറാഴ്ച മതി. ഇപ്പൊ നീ പോയി കുളിക്കേ. ഓ എന്നാടാ എന്റെ പെമ്പർന്നോരുടെ മുഖത്തൊരു മഴക്കാറ്? ചാർജ് ചെയ്ത കേസ് 2. പറഞ്ഞ കണക്ക് തെറ്റിച്ച് ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ള വരവും ആ വിവരം ഫോണിൽ അറിയിച്ചില്ലെന്നുള്ള അക്ഷന്തവ്യമായ തെറ്റും. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, നിനക്കൊന്ന് വിളിച്ചെന്തായിരുന്നു? ആട്ടെ, പോയി കുളിച്ചേച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. വലിയ മുതലാളി അപ്പം കമ്പനി പോയി. അപ്പൊ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാവാം വീരസാഹസികമായ യാത്രാ വിവരണം. കുട്ടികൾക്ക് പുതിയ ക്ലാസ് ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞ ഈ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല സാർ. മറ്റു പലയിടത്തും ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുമ്പോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി. നിയമനം നടത്തി പണം പിരിക്കേണ്ട കാര്യമൊന്നും ദേവക്കാട്ടുകാർക്കില്ല. ടീച്ചർക്ക് അറിയോ, ഈ നാട്ടിലെ സ്കൂള് മാത്രമല്ല, ആശുപത്രി, സ്വർണ്ണക്കട, തുണിക്കട, ബ്രാൻഡിക്കട, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ദേവക്കാട്ടുകാരുടെ. തെമ്മാടിത്തരം വേണോ അതിനും ഉണ്ടാളും. അപ്പനും 6 മക്കളും കൂടി തീരുമാനമെടുത്താൽ ആരെ കൊണ്ടും അതിനെ എതിർക്കാനൊക്കില്ല. പക്ഷെ സത്യത്തിന് നിരക്കാത്തൊന്നും ദേവക്കാട്ടുകാർ ചെയ്യില്ല. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി എന്ന് പറയാനാവില്ല, വിഭവസമൃദ്ധമായ സദ്യയല്ലേ കൊടുക്കണത്. പിന്നെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാ ആ മുറ്റത്ത് എന്നാ മതി, വാരി കോരിയാ തരുന്നേ. എന്റെ 3 പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ടേ, അപ്പന്റെയും മക്കളുടെയും സ്നേഹം ദേവക്കാട്ടിൽ നിന്ന് പഠിക്കണത്. ക്ലാസ്സിലേക്ക് വെക്കളോ. ആ ബാഗ് നോക്കടാ. പോട്ടെ 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 മതി ചായോ സൂക്ഷിച്ച്. നീ അവിടെ ഇറങ്ങാം, ഞാൻ എടുത്തുതരാം. ഇതെല്ലാം എടുത്താ സ്റ്റോറെ കൊണ്ടുപോയി. ഞാൻ എടുക്കടാ, ഞങ്ങൾ എടുത്തോളാം. പിടിക്കടാ. ഇതാ നമ്മുടെ പുതിയ ടീച്ചർ. ഒന്ന് വാടാവൂ. സലീമേ, നീ ആ വണ്ടി എടുത്ത് സ്കൂളിന്റെ മുമ്പിലോട്ടിട്. ഞാൻ ഒന്ന് ഹെഡ്മാഷെ കണ്ടേച്ചു വരാം. സൈലൻസ് സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ?
ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വെക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ചാ ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ, അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ആ ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? അതെ സർ. ആ ഫൈൽ ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. ശരി സർ. ചെക്ക് പോസ്റ്റേല് വണ്ടി തടഞ്ഞാ നമ്മൾ എന്നാ കാണിക്കണ്ടേ? ലൈസൻസും RC ബുക്കും. അല്ല, 500 രൂപ. സൈലൻസ്. പുതിയ ടീച്ചറാ? ഏയ് മിസ്റ്റർ, നിങ്ങളോട് ആരാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്? അല്ല, ഈ സാറുമാരില്ലാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോ എന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്. ക്ലാസ് എടുക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും ചുമടെടുക്കാനും വന്നാ അതങ്ങ് ചെയ്താ മതി. വലിയ സാറാവാനൊന്നും നോക്കണ്ട. ഓ, സാറാവാനുള്ള പൂതിയൊന്നും ഇല്ല ടീച്ചറെ. ഇത്തിരി പോന്ന ഈ പീക്കിരി പിള്ളേരെ തറാപറാന്ന് പഠിപ്പിക്കാൻ ഏത് കോത്താഴത്തുകാരനെ കൊണ്ടും കഴിയും. പക്ഷെ ഒരു ചാ കരിയെടുത്ത് ടീച്ചറിന്റെ തലയിലോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഇക്കാണുന്ന പൊക്കം കൃത്യം 4 അടി കുറഞ്ഞ് വെറുതെ വികലാംഗയായി പോവേ ഉള്ളൂ. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? ഇതെന്നായി പറയുന്നേ? ചന്തയില് ബഹളം കൂട്ടുമ്പോ ഇതെന്നാടാ സ്കൂളാണോന്നാ ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്. ചന്തയെ കുറ്റം പറയാൻ നിക്കല്ലേ. ചന്തയിലെ മനുഷ്യർ ഇതേലും ഡീസന്റാ. അല്ല ടീച്ചറെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എഞ്ചിൻ ചൂടാവാൻ ഞാൻ എന്നാ കാണിച്ചു എന്നാ? പിള്ളേരോട് ക്ലാസ്സിൽ കയറി ഇച്ചിരി നേരം സംസാരിച്ചാ? അത് പറഞ്ഞ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അല്പം സംസ്കാരം വേണം. അതുണ്ടാവണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം വേണം. ഇതൊന്നുമില്ലാത്ത തന്റെ തലയ്ക്ക് മുകളിൽ ചുമട് തന്നെ അലങ്കാരം. അയ്യോടാ, ഇതെന്നാ മുൻകോപാ? എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ. ജീവിതം ചുമ്മാ വെടി തീർന്നു പോവേ ഉള്ളൂ. തണുക്ക് ടീച്ചറെ, ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുവേ. ആ ടീച്ചർ പെണ്ണ് മിടുക്കിതല്ല. അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടുക്കി. അവക്ക് ഒരു ഗിയർ കൂടുതലാ. കുട്ടപ്പായി, ഞാൻ ഇടപെടണോടാ. എന്റെ പൊന്നിച്ചായ നാറ്റിക്കല്ല. ഓക്കെ, നല്ലൊരു രീതിയിൽ നടക്കുന്ന സ്ഥാപനമല്ലേ ഇത്. ചീട്ട് വലിക്കേണ്ട ഒരു വലിക്ക്. ഇല്ല, ഞാൻ എണീറ്റ് പോവാ. മൂത്തവരിക്കുമ്പോ നീ ഭരിക്കാൻ നിക്കല്ലേ? അടങ്ങി അവിടെ ഇരി. നീ എന്നാത്തിനാ അവളെ വഴക്ക് പറയുന്നേ? അവള് ഭരിക്കട്ടടി. അവളല്ലയോ തേവക്കാട്ടെ ഝാൻസി റാണി. അതെ അതെ, അപ്പനെ അവളെ എങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. അപ്പൊ ഓപ്പൺ എന്റേതാ, തുടങ്ങാലോ? ഓ മാതച്ച, ഇന്നലത്തെ പോലെ കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ, ഞങ്ങൾ അങ്ങ് നിർത്തിയേച്ച് പോകും കേട്ടോ. വക്കീലേ, ഇന്നലത്തെ ഒരു 15 രൂപ 50 പൈസ ഇങ്ങോട്ട് വരാനുണ്ടേ. തന്നേക്കാ അയച്ചായ, അതിനും പലിശ കൂട്ടിയേക്കല്ലേ. കടം പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ഇന്ന് മുതൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചാന്നല്ലോടി. മടി നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കുന്നേ. മേബിൾ ഈ പെരുന്നാളിനെങ്കിലും വരുവോ കറിയാച്ച? ഏത് മേബിള്? ഓ, നിന്റെ ഭാര്യ വരുവോ? ആ, വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക വിടാൻ മേബിൾ ഇളമയ്ക്കും നാട് വിടാൻ ഡോക്ടർക്കും കഴിയില്ലെന്ന് വാശി വന്ന പിന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ആശുപത്രിയിലാച്ചിട്ടാ? ഉള്ളത് പോരായെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വേറൊന്നും കൂടെ പണിയാൻ പറയടാ. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അവള് പറയുന്നേ. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. എവിടം വരെ? വരെ. അവള് മിടുക്കിയ. അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴേ അവളുടെ തന്തയുടെ സാമർത്ഥ്യവും എനിക്കങ്ങ് ബോധിച്ചു. നമ്മുടെ കുട്ടപ്പായെ വരച്ച വരെ നിർത്തണേ. അവളെ പോലെ ഒരു തേവക്കാട്ട് വന്ന് കേരളം. വലിയ തറവാട് സമ്പത്തും ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ട് നമുക്ക് ചേർന്ന കാര്യമാണ്. എന്നതാ ഇത്ര വലിയ ആലോചന? ആ പുതിയതായി വന്ന ടീച്ചർ പെണ്ണിനെ നമ്മുടെ കുട്ടപ്പായ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? കാണാനൊക്കെ കൊള്ളാന്നതാ അമ്മച്ചി. കുട്ടൻ സൈഡ് നല്ല മാച്ചാ. ഞാൻ കണ്ടിട്ടുണ്ട് പാപ്പാ. കുടുത്തം കെട്ടവൻ സമ്മതിച്ചെന്നാ മതിയായിരുന്നു. സമ്മതിച്ചില്ലെങ്കിലേ നിർബന്ധിച്ചങ്ങ് കെട്ടിച്ചേക്കണം ചേച്ചമ്മേ. അപ്പാ ഇനി കുട്ടപ്പായുടെ സമ്മതം അറിഞ്ഞു വരുമ്പോഴേക്കും അവന്റെ ഷഷ്ടിപൂർത്തിയും കല്യാണവും കൂടെ ഒരുമിച്ച് നടത്തേണ്ടി വരും. എന്നതാ? അതെങ്ങനെ? ലോകത്തെ ഏത് പെണ്ണിനെ കൊണ്ടുപോയി കാണിച്ചാലും അവൻ എന്തേലും കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും. അവന് കെട്ടാൻ കഴിയില്ലെന്നേ, അത് തന്നെ കാര്യം. ഒരു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഊര് ചുറ്റി തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്നത് എങ്ങനെയാ? അപ്പാ ദേവൻ വരുന്നുണ്ട്. ആ വരട്ടെ. അപ്പനെല്ലാം ഉറപ്പിച്ച് വാക്ക് കൊടുത്തു പറഞ്ഞാൽ മതി, അവനോട് സമ്മതിച്ചോളും. കുട്ടപ്പായേ, ഒരു ഹാപ്പി ന്യൂസ്. എന്നാ പുതിയ ബെൻസിന്റെ ചേസ് വല്ലതും വരുന്നുണ്ടോ? ചേസിസ് ബെൻസിന്റേതല്ല, റെബേക്ക ടീച്ചറും കുട്ടൻസുമായുള്ള കല്യാണം അപ്പാപ്പനങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടേലും വേറെ ഹോൾസെയിൽ ആയിട്ടൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയേക്കാം. എന്നതാ? ഓ, അതൊന്നും വേണ്ടാന്നേ. അച്ചാര കല്യാണത്തിന്റെ തീയതി എന്താണെന്ന് തീരുമാനിച്ചാ മതി, അല്ലയോ പാപ്പ? മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ടു മതി കല്യാണം. അതിന് വേറെ ആളെ നോക്കിയാ മതി. വെറുതെ ആളെ വടിയാക്കല്ലേ. നീ ഇനി എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പോയി എല്ലാം ഉറപ്പിച്ചു വന്നിരിക്കുക. ഇതെന്നാ പണിയാ അപ്പനെ കാണിച്ചേ? ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ? നിന്നോട് ചോദിച്ചോണ്ടാണോ പള്ളി കൊണ്ടുപോയി മാമുദീസ മുക്കിയത്? നിന്നോട് ചോദിച്ചോണ്ടാണോ അതിനെ പള്ളിക്കൂടത്തിൽ വെച്ച് പഠിപ്പിച്ചത്? അല്ലല്ലോ. എന്നാ പിന്നെ ഇതും ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നല്ല ന്യായം. അങ്ങനാണെങ്കിൽ ചെറുപ്പത്തിൽ മണ്ണുവാരി തിന്നു പറഞ്ഞ് ഇപ്പൊ വലുതായിട്ടും കുറെ മണ്ണുവാരി തരുമോ തിന്നാൻ?
എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് പോലെ ഇവിടെ ഒരു വള്ളി നിക്കർ വിട്ട് പിച്ച വെച്ച് നടക്കാം. ഒന്നിനും എന്റെ അനുവാദം ചോദിക്കണ്ടല്ലോ. ഇത് ഉറപ്പിച്ചതേ അപ്പൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെയും കൂടി തീരുമാനമാ. ആന്നോ? ഇച്ചായന്റെ തീരുമാനം ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. എങ്കിലും ഒരു കാര്യം ചെയ്യും, ഇച്ചായൻ തന്നെ ആ പെണ്ണെ കെട്ടിക്കും. അതിന് മേരിക്കുറിച്ച് സമ്മതിക്കോടാ. അയ്യടാ, വയസ്സുകാലത്തെ ഒരു പൂതി. ഈശോയെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ടീച്ചർ പെണ്ണിന് വേറെ വല്ല വാദിയാരെ അന്വേഷിച്ചോണം. ഇത് നടക്കുകയല്ല. ദേവക്കാട്ട് അവറാച്ചൻ ഒരു വാക്കേ ഉള്ളൂ, നീ എന്നാ പറഞ്ഞാലും ഇത് നടന്നിരിക്കും. ഇതെന്നാ മര്യാദയാ? വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഓയിൽ ഇടാൻ നോക്കരുത്. ഓയിൽ ഇടാൻ മാത്രമല്ല, വേണ്ടി വന്ന ഗ്രീസ് അടിച്ച് പഞ്ചർ ഒട്ടിച്ചാ വിടാൻ പോകുന്നത്. ആ കുട്ടിക്ക് എന്നതാ ഒരു കുറവ്? പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെന്നാ? അപ്പൊ ഇത് ചേച്ചിയമ്മയും കൂടെ അറിഞ്ഞോണ്ടുള്ള ഒരു ഇടപാടല്ലേ? അവക്ക് ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ, ഒരെല്ല്. അത് നമുക്ക് ഊരാമടാ. അപ്പ കുട്ടപ്പായിക്ക് അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഈ പ്രശ്നവും ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് വിടാം. എന്നാ? അതാ അതിന്റെ ശരി. അങ്ങനെയാണെങ്കിൽ ഇവനും ആ പെങ്കൊച്ചും തമ്മിലുള്ള കല്യാണത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ ഒന്ന് കൈപോക്കണം. അനുകൂലിക്കുന്നവരുടെ എണ്ണം കണ്ടല്ലോ. ഇനിയിപ്പോ നീ എന്നാ പറയുന്നേ? അങ്ങനെ അങ്ങ് പോവാതെ ഒന്ന് സമ്മതം മൂലിയച്ചും പോ. എടാ കുട്ടപ്പായി, നീ അങ്ങ് സമ്മതിക്കടാ മോനെ. ചേച്ചിയമ്മയല്ലേ ഈ പറയുന്നേ? അവള് നല്ല പെണ്ണാ മോനെ. അതെ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ പേടിച്ചിട്ടൊന്നുമല്ല. ചേച്ചിയമ്മ പറഞ്ഞതുകൊണ്ട് തൽക്കാലം എനിക്ക് സമ്മതം. ആഹാ, എന്നതാ 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 സമ്മതമാണോ? അപ്പൊ ഈ കാണിച്ചതൊക്കെ ചുമ്മാ ജാടയല്ലായിരുന്നോ? എടി കാന്താരി, നിന്നെ ഇനി ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ആലോചിച്ചാ. Good morning, all of you. Good morning, sir. കുട്ടപ്പായി, എന്നാ അടുത്ത മാസം എന്നെ ഒന്ന് സഹായിക്കണം. എന്നാ? ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ. എന്റെ പെമ്പറനോത്തി ഒന്ന് ഹൈദരാബാദ് വരെ കൊണ്ടുപോകണം. ആസ്മയ്ക്കുള്ള മീൻ വിഴുങ്ങാനാ. അതിന് സാർ ഇവിടുത്തെ പാവം പിള്ളേരുടെ പോർഷൻ വിഴുങ്ങിട്ട് തന്നെ പോണോ? കുട്ടപ്പായി, ഒരാഴ്ചത്തെ ഇംഗ്ലീഷ് ഒന്ന്. ഇതായിപ്പോ ഇവിടുത്തെ ഒരു ഏർപ്പാട്. എന്റെ തലയിൽ ഓരോന്ന് കെട്ടിവെച്ചേച്ച് ഭാര്യയുടെ പ്രസവം, ആസ്മ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരങ്ങ് മുങ്ങിയേക്കുക. എപ്പോഴും ഈ കേസ് കെട്ടൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല. നമ്മൾ വല്ല അരിച്ചാക്കോ ലോറിയോ ഒക്കെ ആയിട്ട് കഴിഞ്ഞോളാവേ. കാണാം. നിക്കടി അവിടെ. നീ ഇച്ചായനോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ എന്നാ പറഞ്ഞ? ഈ കുട്ടപ്പായിയെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം, നിന്റെ അപ്പന്റെ ഭാഗ്യം, നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം. പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോവല്ലേ? കാത്തിരുന്നാ മതി. എടി, നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരുന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ? ഓ, കണ്ടേച്ചാലും മതി. മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലെ ഒരു സാധനം. അയ്യേ, എന്താ കുട്ടപ്പായി? ഹേയ്, ഒന്നുമില്ല. സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ പറ്റോ? ക്ലാസ് ഒക്കെ ഞാൻ എടുത്തോളാം. വിട്ടോ. നീ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞിരുന്നില്ല. എടി, നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഇച്ചായമാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത്. അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം. നീ എന്നാ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയെന്നാ? എടി, പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റേടിയായ മീശയും വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാനൊക്കെയല്ല. MA-കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ? ഞാൻ വല്ല ഡോക്ടറെ എഞ്ചിനീയറെ കിട്ടുമോ നോക്കട്ടെ. നീ വിഷമിക്കണ്ട. നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പൈലോ നിന്നായിരുന്നു. അവനെ ആലോചിക്കാം. എന്നതാടി നിന്ന് കരയുന്നേ? ഇപ്പൊ നിന്റെ തന്റെ ഇടവും പാചകമൊക്കെ എവിടെ പോയി? നിന്ന് മോങ്ങാതെ വണ്ടിയിലോട്ട് കയറി. വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ പറഞ്ഞാ നീ കേക്കത്തില്ല. ഇങ്ങോട്ട് കയറി. എന്നാടി പേടിച്ചു പോയെ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? നിന്നെ ഒരു കുഞ്ഞിപ്പൈലോനും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ.
ഇച്ചായ സ്കൂൾ അടച്ച് നോമ്പ് തീരാൻ ഇനി എത്ര മാസം കിടക്കുന്നു? നമുക്ക് അതുവരെ കാര്യങ്ങൾ നീട്ടണോ? ദാ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് ചുമ്മാ ജാട കാണിച്ചിട്ട് ഇനി അതങ്ങ് വേഗം നടത്താൻ പറയാൻ നോക്കൂ. പിന്നെ നോമ്പ് നോറ്റ് കാത്തിരിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഇല്ലടാ സലീം. നമ്മുടെ നാട്ടിൽ ഏതാടാ ബെൻസ്? 2-3 ദിവസം അവന്മാരുടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അത് കൊച്ചിയുടെ ടീമാ. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. PK ഗ്രൂപ്പ് അതാണടാ? ആർക്കറിയാം. PK ഗ്രൂപ്പ്. എന്നെങ്കിലും ആട്ടെ. ആ മുറുക്കാന്റെ കാശ് കൊടുത്ത് വേഗം വാ. മിസ്റ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഹേയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാ. ഈ അവതാര പുരുഷൻ എവിടുന്നാണെന്നും അവതാര ലക്ഷ്യം എന്താണെന്നും ഒന്ന് അറിയണ്ടായോ? ഏതാടാ നീ? അത് ചോദിക്കാൻ നിങ്ങളാരാ? അയ്യോ അറിയത്തില്ലായോ? അരമനയിലെ മെത്രാനച്ഛനാ. ദാ ഒറ്റ കീറ് വെച്ച് എന്നാലുണ്ടല്ലോ. മിസ്റ്റർ നിക്കടാ അവിടെ. രാവിലെ തന്നെ 3 നേരം സ്പ്രേയും മേത്തടിച്ചോണ്ട് കണ്ട പെങ്കൊച്ചുങ്ങളുടെ പിന്നാലെ നിരങ്ങിയാലുണ്ടല്ലോ അടിച്ചതിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ പൊട്ടിക്കും. ചുമ്മാ പേടിപ്പിക്കാതെ മിസ്റ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പിന്നാലെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. അതിന് നിങ്ങളല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഞാൻ വകവെക്കില്ല. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. നാട് റോഡി വണ്ടി ഇട്ടു കൊച്ചു വർത്തനം പറയുന്നതാ. സാർ ഞാൻ വരുന്ന വഴികൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നതാ. ഏതാടാ നീ? ഞാൻ ടോണി, പാലക്കൽ കുര്യാക്കോസിന്റെ മോനാ. ഓ അത് ശരി. അപ്പൊ ആ പാവം നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട് ജനിച്ച സന്താനമാണല്ലോ. നിന്നെ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. നിർത്താ, നീ വണ്ടി എടുത്ത് പൊക്കോ. താങ്ക് യു സാർ. നിക്കടേ അവിടെ. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ല. എങ്ങോട്ടാടാ ഈ പീസിനെ കെട്ടിയെടുത്തോണ്ട്? സാർ എന്താടോ? അത് കുട്ടപ്പായിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാ. പൊയ്ക്കോ പൊയ്ക്കോ, നീ കേറ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കണോ വഴക്കുണ്ടാക്കാൻ? അന്നേരം പോലീസ് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഇവിടെ നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നത് കാണാമല്ലോ. എടാ തേവക്കാട്ട് ആകെയുള്ള ഒരു പെൺതരിയ ഞങ്ങളുടെ റാണിമോള്. അവളുടെ മേത്തൊരു നിഴല് വീഴാൻ പോലും സമ്മതിക്കാലായി കുട്ടപ്പായി. അയ്യോ കുട്ടപ്പായി ചാനായിരുന്നോ? ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി, നമുക്ക് അകത്തോട്ടിരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. കുര്യാക്കോസിച്ചായന്റെ മോനായോണ്ട് മാത്രം അന്നേരം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കാഞ്ഞത്. ഒന്നുമില്ലാലും ആ മനുഷ്യനെ ഓർക്കണമല്ലോ. ഈ വിവരം നിന്റെ അപ്പനോട് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നേ. വിളിക്കടാ നിന്റെ അപ്പനെ. അല്ല കുഞ്ഞു എത്തിയോ? പിള്ളച്ചേട്ടൻ ഇവിടെ അകത്തുണ്ട്. അപ്പനും ഇച്ചായനും. ടോണി മോൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞപ്പോ അവന്റെ ആഗ്രഹം ഇട്ട് കൂടിപ്പോയെന്ന സംശയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്നതാ അവനൊരു കുറവ്? വിദേശത്ത് പോയി പഠിപ്പ് സമ്പാദിച്ച വേറെ ആരുണ്ട് നമ്മുടെ ഈ നാട്ടില്? പിന്നെ പാലക്കൽ തറവാട് പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ലല്ലോ. എന്നതാടാ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? പ്രശ്നം അവിടെ അല്ല ഇവിടെ അല്ലായോ? അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റിയല്ല. അവനെ തളയ്ക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ റാണി മോൾക്ക് ഇവിടുന്ന് ഒരു ആലോചന വന്നു. നിന്റെ കല്യാണത്തിനോടൊപ്പം നമുക്ക് അതും അങ്ങ് നടത്തിക്കളയാം. നീ എന്നാ പറയുന്നു? അതിപ്പോ റാണിമോളുടെ സമ്മതം ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ ഒക്കുകയല്ല. നിന്റെ സമ്മതം ചോദിച്ചോണ്ട് ആരോടാ നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്? അല്ല. അപ്പോ ഇതിനും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. അയ്യടാ. എടി റാണി, ആ ചീപ്പിങ് എടുത്തേ. എത്ര ചീപ്പ് വെച്ചാലും ആവശ്യത്തിനോടൊന്നും കാണത്തില്ല. എന്നതാ കുട്ടൻസേ, സ്വന്തമായിട്ട് ഒരു ചീപ്പ് പോലും ഇല്ലെന്ന് പറഞ്ഞാ വളരെ ചീപ്പായ കാര്യ. എന്റെ ചീപ്പ് എടുത്ത് വെച്ചാൽ ന്യായം പറയുന്നു. ഓ, ആ സ്വഭാവം പോലെ തന്നെ മുറി അലങ്കോലേക്ക് കിടക്കുന്നുണ്ടല്ലോ. ആ ടീച്ചറിലേമ്മ വന്ന് കേറിയാലേ ഇവിടെ നന്നാകത്തുള്ളൂ. നിന്റെ കെട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാതെ ആ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഓ, ഡിഗ്രി കഴിയാതെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇങ്ങനെ പോയാ ഡിഗ്രി കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പോയാല്? അല്ല, ട്യൂഷൻ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എന്നതായി കുട്ടൻസ് പറയുന്നേ? ഇന്നലെ പാലക്കലെ പ്രൊഫസർ കുര്യാക്കോസിനെ ഞാൻ കണ്ടായിരുന്നു. നീ പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ പറയുന്നേ. പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി വൈകുന്നേരം വേറെ ട്യൂഷൻ തരാൻ പറഞ്ഞിരിക്കുക. ഞാൻ ആ റബേക്ക ടീച്ചറിന്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞുകൊണ്ട് ടീച്ചർ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് നിനക്ക് ട്യൂഷൻ എടുക്കാൻ സമ്മതിച്ചിരിക്കുക. ആ ടീച്ചർ പോരും. ഓ, പതിവില്ലാത്ത കുളിയും പൗഡറിടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തിയാടുണ്ടെന്ന്. അത് ശരി. അപ്പൊ എന്റെ ട്യൂഷന്റെ കെയർ ഓഫില് ശൃംഗാരം വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാ പരിപാടി. വേണ്ടാതിനും പറഞ്ഞുണ്ടല്ലോ. ഒന്ന് നേരെ ചൊവ്വേ പഠിച്ചോട്ടെന്ന് വിചാരിച്ചപ്പോ വേണ്ട വേണ്ട,
അധികം ട്യൂഷൻ ഒന്നും എനിക്ക് വേണ്ട. ടീച്ചറുടെ ട്യൂഷൻ വേണ്ട എന്ന് അപ്പാപ്പനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നീ അങ്ങനെ പറയിക്കോടി. എങ്കിലേ നിന്റെ രാവിലത്തെ ട്യൂഷൻ ഉണ്ടല്ലോ അത് വേണ്ടെന്ന് ഞാനും പറയിപ്പിക്കും. അയ്യോ കുട്ടൻസ് പ്ലീസ്. അതെ ടീച്ചർ വന്നു. വേഗം ചെന്ന് കാപ്പി കൊടുത്ത് സൽക്കരിച്ച് കാല് തൊട്ട് വന്നിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ. ആരാ അവിടെ? ഞാനാ റബേക്ക. ആ മോളായിരുന്നോ? റാണിമോൾക്ക് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. നല്ല കാര്യം. വാ മോളെ. നടക്കടി. എന്നതാണോ നീ കാണിക്കുന്നേ? അല്ല ഞാൻ റാണിമോളോട് പറയുമായിരുന്നു ഈ ടീച്ചറെ ഇങ്ങോട്ട് വരുത്തിയുള്ള ട്യൂഷൻ എന്നാത്തിനാ? രാവിലത്തെ ട്യൂഷൻ ഉണ്ട് അത് മാത്രം പോരായോന്ന്. ഇവക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലല്ലോ നിനക്ക്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇങ്ങനെയും പഠിക്കണടാ. എന്നാ ടീച്ചർ ചെല്ല്, ട്യൂഷൻ നടക്കട്ടെ. മുട്ടപ്പായി വിളിച്ചായിരുന്നോ? എന്നാപ്പാ? എന്നതാടാ നീ ട്യൂഷൻ പഠിക്കാതിരിക്കുന്നു? ഇല്ല. എന്നാ വാ വണ്ടി ഇറക്ക്, എനിക്ക് കമ്പനി വരെ ഒന്ന് പോണം. കമ്പനിയിലോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. ഈ കാപ്പി ഓടിച്ചിട്ട് പോ. എന്നാടി നിന്റെ മുഖം ഇനിയും തെളിഞ്ഞില്ലേ? നെറ്റിക്ക് വേദന വല്ലാതുണ്ടെങ്കിൽ സക്കറിയോട് പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യിക്കണം. ഏയ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാന്നേ. എന്നാ പറ്റിയാലും നീ ഇങ്ങനെ പറയത്തുള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ട പെമ്പർനോത്തിമാരോടൊക്കെ പഴംപുരാണം പറഞ്ഞുകൊണ്ടേ നടക്കത്തുള്ളൂ. ചുമ്മാ അല്ല പള്ളിയുടെ വട്ടക്കല്ലെ തട്ടി തലേ തല്ലി വീണത്. ആരുടെ ദൈവാനുഗ്രഹം കൊണ്ടാണോ കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്? എടേ ഇന്ന് എസ്റ്റേറ്റിലെ ശമ്പള ദിവസാ, ഞാൻ വരാൻ കുറച്ച് വൈകും. പ്രാർത്ഥിച്ചിട്ടാണോ ഇറങ്ങിയേ? അതെന്നതാ രാവിലെ ഉണരുമ്പോ പ്രാർത്ഥിച്ചാ പോരെ? എപ്പോഴും വേണോ? വേണം. കഷ്ടകാല. നിങ്ങൾ വളരെ സൂക്ഷിച്ചേ നടക്കാവൂ. എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരവര്. അതാണോ കാര്യം? ഒരു പഴങ്കഥയും പറഞ്ഞുകൊണ്ട് അവരെ ആളുകളെ വരട്ടുന്നത് എന്തിനാണെന്നറിയോ നിനക്ക്? ബിസിനസ് രംഗത്ത് അവരെ നെറികെട്ട കളിക്കൊരു മറ, അത്രേ ഉള്ളൂ. ബിസിനസ് രംഗത്ത് ഒരാളെ തകർത്തുകൊണ്ട് മറ്റൊരാൾ വാഴാൻ ശ്രമിക്കുന്നത് പതിവാ. നീ വെറുതെ മനസ്സ് ഉണ്ടാക്കാൻ അകത്തേക്കില്ലേ? കർത്താവേ കാത്തോളണേ. ഹലോ, വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കോൺഗ്രസ് കാറിൽ നമ്പർ KCF 2336. ഉൾട്ടാൻ കടിച്ചോടാ. ശരി സാർ. ചൈനത് എങ്ങോട്ടാ? ഇന്ന് മാസാവസാനം അല്ലേടാ, എസ്റ്റേറ്റിലെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? ഹലോ, ആ എന്നാടാ? ആ വന്നു. ആ കൊടുക്കാം. ജയ ഫോൺ വരുന്നു. പോളച്ചന. ഹലോ, എന്നാടാ? ഇച്ചായ ഞാൻ അപ്പനെ കൊടുക്കാം. അപ്പാ ഇച്ചായന. ആ നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവരുടെ അക്കൗണ്ട്സിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്നാ നമ്മുടെ ആദ്യത്തിൽ പറയുന്നേ. ആ എങ്കിൽ പിന്നെ ഞാൻ ഉടനെ എത്തിക്കോളാം. അപ്പനൊരു വണ്ടി നമ്മുടെ പമ്പിലേക്ക് ഒന്ന് വേഗം അയക്കണം. ആ വണ്ടിയിലിരിക്കുന്ന ക്യാഷ് നീ ഉടനെ കൊണ്ട് എസ്റ്റേറ്റ് മാനേജർ ഒന്ന് ഏൽപ്പിക്കണം. എനിക്ക് മംഗലാപുരത്തിന് 2-3 കോള് വരാനുണ്ട്. കോള് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെയും വിളിച്ചോളും. ആ ഓഡിറ്ററൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്നാ ഞാൻ പോയേച്ചും വരാം. ഇതുകൊണ്ടോ ഷെൽഫോൺ ഇച്ചായന്റെ ഇരുന്നോട്ടെ, അവിടെ റേഞ്ച് കിട്ടുകയല്ല. ആ മംഗലാപുരത്തുനിന്ന് ഫോൺ വന്നാലേ 3 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് ഉടനെ അയക്കാൻ പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. പിന്നെ ക്ലീറ്റസ് വരുമ്പോ ഈ ചെക്ക് ഹാർബറിൽ കൊടുത്ത് അയച്ചേക്കണം. മേൽക്കുഞ്ഞ് വിളിച്ചാലേ ഞാൻ പോയെന്ന് പറഞ്ഞേക്കാം. പറഞ്ഞേക്കാം, നീ ഒന്ന് വേഗം ചെല്ലേ. പിന്നെ ചേച്ചിമേ അവരെത്തി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണം ഒന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായും വന്നിങ്ങ് കൊണ്ടുവന്നോളൂ. ഡോക്ടർ ഇച്ചാന്റെ മുഖത്ത് ഇപ്പഴാണ് തെളിച്ചു വീണത്. ഹീറോന്റെ മേബിൾ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ അയ്യോടാ എന്നാ അനുസരണ. വേണ്ട കുഞ്ഞെ, ഞാൻ വേണ്ട, അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ. കൊണ്ടുപോടി. ആ
നടക്കുമ്പോ ആദ്യം കുറച്ചു ദിവസമൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ശീലമായി പോയി. എല്ലാം ഫേറ്റ് എന്നല്ലാതെ എന്താ പറയാ? ഞാൻ അപ്പനോട് സൂചിപ്പിച്ച കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എന്നാ ചേച്ചമ്മ? നിന്റെ കല്യാണക്കാര്യം തന്നെയാണ്. ഓ, അതിപ്പോ തീരുമാനിക്കാൻ തന്നെ ഉടനെ അങ്ങ് നടത്തുക തന്നെ. അതെ, എന്റെ കാര്യത്തിന് മുമ്പ് ആദ്യം ഈ കാന്താരിയുടെയും ടോണിയുടെയും കല്യാണം നടക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായി അവിടെ മുഖത്തൊരു ചമ്മലും നാണവും ഒക്കെ വന്നു. ദൈവാധീനം. ഇവൻ ഈ പറയുന്നൊന്നും അപ്പം കാര്യമാക്കണ്ട. നടത്തുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. അതന്നെ. അല്ലെ റാണിമോള് കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ 8ാം ക്ലാസ് തോറ്റ് എന്റെ മേരി കുഞ്ഞിനെ ട്യൂഷൻ എടുക്കാനെന്നും പറഞ്ഞ് ഇവൻ റബേക്ക ടീച്ചറെ വീണ്ടും വിളിച്ചു വരുത്തും. ആ അപ്പ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം എടുത്തു വരില്ലേ? ശരിയാ, അന്ന് തന്നെ നടത്തുന്നതാ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയാണെങ്കിൽ മനസ്സമ്മതം ഉടനെ നടത്തിയ ചരമനേന്ന് ചീട്ട് വാങ്ങി 3 കൂട്ടി വിളിച്ചു വലിയ അങ്ങ് നടത്താം. ആ എങ്കിൽ ഉടനെ തന്നെ മനസ്സമ്മതത്തിന് തീയതി ഉറപ്പിക്കാം.